ഇന്ന് കുറച്ച് കാര്യം പറയണ്ടേ, ഒത്തിരി കാര്യമൊന്നുമില്ല. എന്താണെന്നറിയോ, ബേസിക്കലി എനിക്ക് കിട്ടുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഞാൻ വെജിറ്റേറിയൻ ഡിഷസ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. ഇന്ന് പക്ഷേ വെജിറ്റേറിയൻ ഡിഷാന്നു, പക്ഷെ അതൊരു എന്നാ പറയുന്നത്, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആക്കാം കേട്ടോ, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാലും ഇന്നൊരു വെജിറ്റേറിയൻ ഒരു സ്റ്റാർട്ടറും ഒരു ഫ്ലോട്ടുമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്ലോട്ട് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്ന് വേറൊരു ഫ്ലോട്ടാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എപ്പോഴും ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് വൈകുന്നേരമേ എപ്പോഴും വീട്ടിൽ പരാതി വരുന്ന ഒരു കാര്യമാണ് എന്നതേലും ഒരു സ്നാക്ക് വേണം എന്നുള്ളത് അല്ലേ. അത് ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ഉഴുന്നുവട, പരിപ്പ് വട, ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പിന്നെ ഇലയപ്പം ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ തന്നെയും പിന്നെയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്റ്റാർട്ടർ കണ്ടുപിടിച്ച എന്നാന്ന് വെച്ചാൽ ഇത് വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ നമ്മൾ ചെയ്തിട്ട് കുറേ ദിവസമായേ, അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡിഷും കൂടെ ആയിക്കോട്ടെ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പനീർ സോയ സമൂസ. വേണ്ടിയ സാധനങ്ങളൊക്കെ എന്നാന്നുള്ളത് ആദ്യം പറഞ്ഞേച്ച് ഗുണങ്ങളും കൂടെ പറയാം. പക്ഷേ ഈ ഗുണങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ പറഞ്ഞില്ലേലുണ്ടല്ലോ പിന്നെ അങ്ങ് മറന്നു പോവുകയല്ലേ. അപ്പം ഇനി ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സമൂസയ്ക്ക് രണ്ടാണ് അതിൻ്റെ സ്റ്റെപ്പ് പറയുന്നത്. ഫസ്റ്റ് അതിൻ്റെ മാവ് കുഴച്ച് വെക്കണം, സെക്കൻഡ് അതിനകത്തുള്ള ഫില്ലിംഗ് ആണെന്നു സെക്കൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, നമുക്ക് അതിൻ്റെ മാവ് കുഴച്ച് വെക്കണം. അപ്പോൾ മാവിന് എന്നാക്കിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ശരീരത്തിന് ഒരു ഗുണവുമില്ലാത്ത മൈദ. പക്ഷെ എന്നാ ചെയ്യാനാ, അതല്ലാതെ നിവൃത്തിയില്ല. എന്നാൽ ഹെൽത്ത് കുറച്ച് നന്നായിക്കോട്ടെ, നമുക്ക് ഇച്ചിരി റവയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിടാം. ഇപ്പം വറുത്ത റവ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാ റവ മതി. പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ മാവ് കുഴയ്ക്കാൻ പോകുന്നതിൻ്റെ ഫസ്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മുടെ എന്നാ പറയുന്നത്, അതിനകത്ത് ഫില്ലിങ്, സമൂസയ്ക്കകത്തൊരു ഫില്ലിങ്. ആ ഫില്ലിങ് ബേസിക്കലി നമ്മൾ എന്നാ പറയുന്നത് നോൺ വെജ് വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഈ വെജ് ഉണ്ടല്ലോ ഇതും നല്ലതാണ്. അതിനെന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമുക്ക് വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം. അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് തന്നെ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് സവാളയാണ്. അതെന്നാന്ന് വെച്ചാൽ സവാളയുടെ കണക്കൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എത്രയാന്ന് വെച്ചാൽ ദേശം പറയുകയാണെങ്കിൽ ഒരു മുഴുത്ത ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി, അതും കുഞ്ഞു കുഞ്ഞായിട്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ, അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. ഈ നമ്മൾ അരിയുന്ന വെജിറ്റബിൾസിനെല്ലാം ഒരു ഭാഷ, അതായത് കുഞ്ഞു കുഞ്ഞായിട്ടാണെങ്കിൽ എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങ് അരിഞ്ഞ് വയ്ക്കും. പിന്നെ ഉള്ളത് സോയ ഗ്രാന്യൂൾസ് ആയിട്ടും കിട്ടും വാങ്ങാൻ. പക്ഷെ ഞാൻ ഇന്ന് മേടിച്ചേക്കുന്ന നമ്മുടെ വലിയ സോയായ. ഇത് എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ഏത് ഡിഷായാലും സോയ വെച്ച് ചെയ്യാൻ പോകുന്ന ഏത് ഡിഷാന്നേലും ഇത് കുറച്ച് നേരം ഉണ്ടാക്കുന്നതിന് ഒരു ½ an hour മുമ്പേ ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അത് നല്ല സോഫ്റ്റ് ആവും. എന്നേച്ച് എന്നാ ചെയ്യണം, ആ ½ an hour കഴിയുമ്പോഴത്തേക്ക് ഈ സോയ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ആ വെള്ളം ഇതിനകത്തോട്ട് വെള്ളം എല്ലാം കൂടെ കയറുവേ. അന്നേരം ഇതങ്ങ് പിഴിഞ്ഞ് മാറ്റി ഒട്ടും വെള്ളമില്ലാതെ മാറ്റി വെച്ചേക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അല്ലാതെ സോയ മേടിച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഒക്കിയല്ല, വെള്ളത്തിടണം. പിന്നെ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ. ഈ സോയ തന്നെ ഇട്ട പിള്ളേർ ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് എന്നാ ചെയ്യണമെന്നറിയാം, കുറച്ച് പനീറും കൂടി ഇട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി എന്നാ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ നമ്മുടെ മാവ് കുഴച്ച് വെക്കാൻ പോവാം. അതിന് ഈ പറഞ്ഞ കൂട്ട് വലിയ ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാ നമ്മുടെ വെള്ളം ഇട്ട് കുഴച്ച് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് റവ,
ഒരുപാട് വേണ്ട, കുറച്ച് റവ ഇട്ടേച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരിച്ചിരി നെയ്യാന്ന് വെച്ചാൽ നെയ്യ് ഇടുന്ന എന്നാത്തിനാണെന്നറിയാം, ഒരു നല്ലൊരു മണം ഉണ്ടാവും. മാത്രമല്ല കുറച്ച് ക്രിസ്പി ആവും. പിന്നെ അതിന് വേണ്ടി ഈ മാവിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്. ഇനി ചൂടുവെള്ളമൊന്നും വേണ്ട, സാദാ വെള്ളം മതി. ഒത്തിരി ക്രിസ്പി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുഴയ്ക്കുന്ന മാവിന് ഒത്തിരി കട്ടി വേണ്ട. എന്നാ പറഞ്ഞ ഒരു ടൈറ്റ് ഡോ ആയിട്ട് അങ്ങ് കുഴച്ച് വെച്ചാൽ മതി. അതല്ല നമ്മുടെ സമൂസ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെക്കണം. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചേച്ച് എണ്ണയുടെ അളവ് പറയുവാന്നേൽ നമ്മൾ ഇത്രയും സാധനമില്ലേ, ആ സാധനം ഫുൾ വഴറ്റാനുള്ള എണ്ണ ഇതിനകത്ത് ഒഴിക്കുക. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇടാം. ഉള്ളിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി, ഒത്തിരി വേണ്ട, കുറച്ചെന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി. പിന്നെ എരിവ് അനുസരിച്ച് എത്രയാ പച്ചമുളക് വേണ്ടിയെന്ന് വെച്ചാൽ അത്. അതുകൊണ്ട് ഞാൻ പച്ചമുളകിൻ്റെ അളവൊന്നും പറയുകയില്ല, എത്ര വേണ്ടെന്ന് വെച്ചാൽ ഇട്ടോ. പിന്നെ ഇതിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉണ്ട്, അതും കൂടെ നോക്കിയേച്ച് വേണം. ഇനി നമ്മുടെ ഈ ഉള്ളിയുടെ അളവ് അത് ആ മൂത്ത് വരുന്നതിൻ്റെ കണക്ക് എങ്ങനെയാണെന്നറിയാവോ? ശരിക്കും ഒരു ബ്രൗൺ ആവണം, ഒരു ഒത്തിരി ബ്രൗൺ അല്ല. എന്നാ പറയുക, നമ്മൾ കട്ട്ലേറ്റിനൊക്കെ മൂപ്പിക്കുകയല്ലേ, അത് അത്ര കൂടെ ബ്രൗൺ ആയിട്ടല്ല നമ്മൾ മൂപ്പിക്കുന്നത്. കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോൾ എടുക്കുകയല്ലേ, കുറച്ചൊന്ന് വഴന്നിട്ട് കുറച്ചുകൂടെ അപ്പുറം പോവല്ലേ, അപ്പോഴത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇടണം. ഇത് ഇച്ചിരി മൂത്ത് പെട്ടെന്ന് മൂക്കണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലേ ഇച്ചിരി ഉപ്പിടണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച്, ഒരുപാട് ഇടുകയില്ല, കുറച്ചേ ഇടത്തുള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ ബാക്കി എല്ലാം ചേരാനുള്ളതല്ലേ, അതെല്ലാം ചേർത്ത് എല്ലാം നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് നോക്കുമ്പോഴാ കറിക്ക് രുചി അറിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളി ഒത്തിരി മൂത്ത് പോകണ്ട, എന്നാൽ വാടുകയല്ല, എന്നാൽ അതിനപ്പുറേ എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു ഇച്ചിരി അപ്പുറം ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ ഇടണം. ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നതിൽ ഒത്തിരി ഇട്ടേച്ചാൽ മതി, അല്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇത് ഇവിടെ കിടന്ന് വാടുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാവോ? ഈ സോയ ഗ്രാനുൾസ് മേടിക്കുന്നതെങ്കിൽ അത് മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സോയ ചങ്ക്സിനെ നമ്മൾ വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചേക്കുക. ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് 1 സെക്കൻഡ്, അതായത് ഒന്ന് അടിക്കുവല്ലേ, ആ ഒരു പരുവത്തിനെടുക്കണം. ഇത് അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും നമ്മൾ ഈ കട്ട്ലേറ്റിനൊക്കെ ഇറച്ചിയൊക്കെ മിൻസ് ചെയ്ത് കിട്ടുമല്ലേ എന്ന് പറഞ്ഞ കൂട്ട് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വേവിച്ച് വെച്ച് ഇങ്ങനെ പിച്ചി പറക്കി വരെ, അന്നേരം ആ കൂട്ടായാലും ആവും. ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിനകത്തോട്ട് ഞാനിത് ഇടുവാണേ. ഇങ്ങനെ അടിച്ചിടുമ്പോഴത്തേക്കുണ്ടല്ലോ ഒട്ടും കണ്ടുപിടിക്കുകയല്ല ഇത് സോയയാണ്.
ഏറ്റവും കൂടുതൽ കുഴഞ്ഞെടുക്കരുത്, നല്ല ഡ്രൈ ആക്കി എടുത്താലേ സമൂസയ്ക്കകത്ത് വയ്ക്കാൻ നല്ലുള്ളൂ, അതാണ് നല്ലത്. പക്ഷെ കുഴഞ്ഞു പോയാൽ തന്നെ എടുക്കുമല്ലേ, ഒന്നും ചെയ്യാനൊക്കത്തില്ല, അങ്ങ് വെച്ചു. ഇനി സോയക്കകത്ത് ബേസിക്കലി ഉണ്ടല്ലോ നമ്മൾ ഇടുന്ന മസാലയും അതും എല്ലാം ഒരു ഇച്ചിരി പിടിക്കാൻ ഇച്ചിരി എന്നാ പറയുന്നത് ഇറച്ചി മീനും പോലെ ഒന്നും പറ്റിയേല, അതിനകത്ത് പിടിക്കുകയില്ല, അത്രയൊന്നും പിടിക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ ഈ വഴറ്റുന്ന സമയം തന്നെ നമുക്ക് ആ പൊടിയെല്ലാം ഇടാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെയാണ് കുറച്ച് കുരുമുളക് പൊടിയേ. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാകുന്നതിൽ അതിടാം, അതല്ല കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അത് മതിയേ. ഇനി ഇത് നല്ലതായിട്ട് നമ്മളെ പൊടിയിട്ട പൊടിയെല്ലാം നല്ലതായിട്ട് മിക്സ് ആക്കിയേ. ഇനിയാന്നു ഇതിന് കുറച്ചൊരു പുളിയും കൂടെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗറും കൂടെ ഞാൻ ഒഴിക്കും. ഒത്തിരി വേണ്ട, നമ്മൾ ടൊമാറ്റോ നേരത്തെ ഇട്ടേക്കുക. ഇതിനെ നല്ലതായിട്ട് ആ പുളി എന്നാന്ന് പറഞ്ഞോ, വിനാഗിരി എന്ന് പറയുമ്പോഴത്തേനെ നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം ഒഴിക്കരുത്, ഇങ്ങനെ ഒന്ന് തുളി തുള്ളിയായിട്ട് ഒഴിക്കുകയല്ലേ, അങ്ങനെ അങ്ങ് ഒഴിച്ചേച്ച് നമ്മുടെ ആ കംപ്ലീറ്റ് മസാല ഇതിനകത്ത് അങ്ങ് മിക്സ് ചെയ്യണം. ആ പുളിയും പൊടിയും ഈ പറഞ്ഞ കൂട്ടാ എന്നാ പറയുന്നത് കുരുമുളകും എല്ലാം എന്നുവെച്ചാൽ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് നോക്കിക്കോ വേണമെങ്കിൽ, എന്നിട്ട് ഉപ്പ് കുറവാന്നേലിടാം. അതല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടരുത്, കുരുമുളക് മാത്രമേ ഇടാവുള്ളൂ. കുരുമുളക് പൊടിയല്ലേ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്, അന്നേരം കുരുമുളക് പൊടി ഇനി ഇടരുത്. ചതച്ചേച്ചിട്ട് കഴിഞ്ഞാൽ സമൂസ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലതാട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പനീർ അതും കൂടെ ഫുള്ളിടുക. ഒന്നെങ്കിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയാം, നേരം ഇല്ലെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, കൈവച്ചിങ്ങനെ പൊടിച്ചിട്ടാൽ മതി. ഞാൻ ആ പനീർ അതിനകത്ത് ഇട്ടു. ആ പനീറിനകത്ത് നമ്മുടെ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതോ, നമ്മൾ ഈ ഇട്ടേക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ കുറച്ചൊന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഡ്രൈ അല്ലേലേ നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേന് കുറച്ചൊന്ന് ഈ പറഞ്ഞ കൂട്ട് തന്നെ എണ്ണ കുടിക്കാനും അല്ലെങ്കിൽ ആ ക്രിസ്പിനെസ് പോയേച്ച് ഫില്ലിങ്ങിൻ്റെ ആ ഭാഗത്ത് ഇച്ചിരി എണ്ണ ഇങ്ങനെ ഒത്തിരി പിടിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ആ സമൂസയുടെ ഒരു ഗെറ്റവേ പോകും. അതുകൊണ്ട് മാക്സിമം ഇതിനെ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഇട്ടേച്ച് മാക്സിമം ഡ്രൈ ചെയ്യാൻ നോക്കും. കാര്യം എന്താണെന്ന് നോൺ സ്റ്റിക്ക് പാനിൽ നമ്മുടെ സാധാ ചീനച്ചട്ടി പോലെ ഒന്നും അടി പിടിക്കുകയില്ല, മറ്റേ കൊത്തി ഇളക്കി വെച്ച് വേണ്ട കേട്ടോ. ഇതാകുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് കുറച്ചേരം ഇവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് നമ്മുടെ മാവില്ലേ അത് എങ്ങനെയാണ്, ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ മാവ്. ഇതിനകത്ത് ഇനി കുഞ്ഞു 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 ബോൾസ് ആയിട്ട്, കുഞ്ഞു 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 ബോൾസ് എന്ന് പറഞ്ഞാൽ ഒരു പൂരി ഷേപ്പ്, പൂരിയുടെ അത്രയും മതി. പക്ഷെ പൂരിയുടെ അത്രയും വരികയല്ല. കാര്യം എന്താണെന്ന് പറയുക, നമ്മളിത് ഇച്ചിരി തിന്നായിട്ടാണ് പരത്തേണ്ടത്. അന്നേരം ബാക്കി വരുന്ന മാവും കൂടെ നമുക്കിങ്ങനെ എടുക്കണം. എൻ്റെ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ നല്ലോണം ഡ്രൈ ആയി. ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചേച്ച് എന്നാ നമ്മുടെ ഇച്ചിരി ഒരു ചീനച്ചട്ടി വെച്ചേച്ച് നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് പരത്താൻ തുടങ്ങാം. അന്നേരം നമുക്ക് രണ്ട് കാര്യവും നടക്കും. ഇനി ഇതിനെ ഞാനൊന്ന് പരത്താൻ പോവാം. പരത്തുന്നതിന് മുന്നേ ഒരു കാര്യം, ഞാൻ എണ്ണയൊന്ന് ഒഴിച്ചോട്ടെ. നിറച്ച് എണ്ണ വേണം. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കുന്നത്. പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം അച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നേരായിട്ട് മുറിച്ച് വെച്ച്
നമ്മൾ കപ്പലണ്ടിയൊക്കെ മേടിക്കുമ്പോഴത്തേന് ഇങ്ങനെ ചുരുട്ടി തരുവല്ലേ കോൺ ഷേപ്പിൽ, അതേമാതിരി ചുരുട്ടി എടുത്ത് വെച്ചാൽ അറ്റം ഒന്ന് ഒട്ടിച്ചാൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇതത് ചുരുട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയും ഇത് സമൂസ അല്ല വേറെ ഏതാണ്ടാണ്. അപ്പോൾ അതിലും ഭേദം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന അച്ച് പക്ഷേ ട്രയാങ്കിൾ ഷേപ്പിലുള്ള അച്ചൊന്നും അല്ല. അതൊരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്നാ ഷേപ്പ് പറയും, ഒരു ഹാഫ് സർക്കിൾ ഷേപ്പാണ്. ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിലിരിക്കുന്ന അച്ച്. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന അച്ച്. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്തോട്ട് ഇതങ്ങ് ഇടും. ഇട്ടേച്ച് പതുക്കെ എന്നാ പറയുന്ന ആ ഒരു കുഴുവില്ലേ അച്ചിൻ്റെ, അതിനകത്തോട്ട് ഇച്ചിരി ഒന്ന് താത്തേച്ച് ഒരു സ്പൂൺ ഫില്ലിങ് ഇതിനകത്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെക്കുക എന്ന് പറഞ്ഞു, പക്ഷെ വെച്ചത് 2 സ്പൂൺ. എന്തൊരു നല്ല കാര്യമല്ലേ, പറയുന്നു കറക്റ്റായിട്ട് അങ്ങ് ചെയ്യാനും പറ്റും. പക്ഷെ എന്നാ ചെയ്യാനാ, ഞാനിത് വെച്ചപ്പോഴത്തേനും എന്നാ പറയുന്നത് ആ അച്ചിൻ്റെ കുഴുവ് നിറയുന്നില്ല. അന്നേരം ഞാൻ കുറച്ചുകൂടെ വെച്ചതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അച്ച അന്നേൽ ആ കുഴുവ് നിറയുന്ന അത്രയും ഫില്ലിങ് വെക്കുക. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഫുൾ ഒന്ന് കവർ ചെയ്യാൻ പോകും. കവർ ചെയ്തേച്ച് ഈ അച്ച അങ്ങോട്ട് അടയ്ക്കും. ഈ ഷേപ്പിനാന്നു എൻ്റെ സമൂസ. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് വയ്ക്കട്ടെ. ഇതുപോലെ എല്ലാം ഞാൻ എല്ലാം പരത്തി. പക്ഷേ ഈ പറഞ്ഞ കൊണ്ട് സമൂസയ്ക്ക് നമ്മൾ സ്ഥിരം കാണുന്ന പോലത്തെ ഒരു ഷേപ്പ് അല്ല. എന്നാലും നമുക്കിപ്പോൾ ഉണ്ടാക്കിയ സമൂസ എണ്ണ നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ തൊട്ടിട്ടില്ല, ഫുൾ പരത്തിയതിന് ശേഷം ഇടാൻ പോകുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടാണ്. ഞാൻ ദേ ഓരോന്നായിട്ട് ഇടാൻ പോവാം. ഇനി ഇത് ഒരു ബ്രൗൺ ആവുന്നിടം വരെ, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനകത്തോട്ട് ഇപ്പം നമ്മൾ ഫില്ലിങ് എല്ലാം ചേർത്തേച്ച് ഇച്ചിരി ബാക്കി ഉണ്ടെന്ന് വെച്ചു, അതിനകത്തോട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിനകത്ത് ഒഴിച്ചേച്ച് ഒന്ന് തിളക്കത്തില്ല. തേങ്ങാപ്പാൽ നല്ല ചൂടായിട്ട് അത് തിളയ്ക്കുന്നേ. അപ്പോൾ ആ ചൂടായി വരുന്ന സമയത്ത്, തിളയ്ക്കാറാവുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും ഒരു 2-3 കുരുമുളക് ചതച്ച് അതിൻ്റെ മേലോട്ടിട്ട് ഓഫ് ചെയ്താൽ ചപ്പാത്തിക്ക് നല്ലൊരു കറിയും കൂടിയാണ്. ഇന്ന് ഈ ഫ്ലോട്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം എന്നാണെന്നറിയാവോ? ശരിക്കും ഇന്ന് നമ്മുടെ കിച്ചണിൽ ആരാ വരാൻ പോകുന്നതെന്ന് അറിയാം. നിങ്ങൾ വിചാരിച്ചാണ് ഭയങ്കര വലിയ എന്നാ പറയുന്നത്, ഭയങ്കര വലിയ സെലിബ്രിറ്റീസ്, പിന്നെ ഈ പറഞ്ഞ കൂട്ട് VIP അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്, അതായത് എൻ്റെ അടുക്കളയിൽ വരാൻ പോകുന്നത് കുഞ്ഞു പിള്ളേരെന്ന് പറഞ്ഞാൽ 3 കുഞ്ഞു പിള്ളേരല്ല, കുഞ്ഞു പിള്ളേർ. അന്നേരം ആരാന്നറിയാവോ വരാൻ പോകുന്നത്? ഒരു കൊച്ചു മിടുക്കിയും 2 മിടുക്കന്മാരും വരാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ ആ പ്രായത്തിനുള്ളൊരു മിടുക്കല്ല, അതിനേക്കാളും നല്ല മിടുക്കി പിള്ളേർ. മിടുക്ക് പിള്ളേരും ഒരു മിടുക്കിയും, കൊച്ചു മിടുക്കിയും തന്നെയാണ്. ആരാന്നറിയണ്ടേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ പാട്ടുകാരി ശ്രേയയാണ്. ശ്രേയയുടെ പാട്ട് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, എത്ര കേട്ടാലും മതിയാവുകയില്ല. പിന്നെ മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ ഒരാൾ ഗൗരവ് മേനോനും നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൗരവിന്. പിന്നെ വരുന്നത് മിനൻ. അദ്ദേഹവും ഈ പറഞ്ഞ കൂട്ട് ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്. ഭയങ്കരമായിട്ട് വരയ്ക്കും, നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. അത് ഈ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരാണ്. ഈ പറഞ്ഞ കൂട്ട് എന്നോട് വല്ല ചോദ്യവും ചോദിച്ചാൽ പിന്നെ ഞാൻ പറയും പോലെ അടുക്കളയിൽ പണിയുണ്ടടാ, അത് പോയിച്ച് വരാമെന്ന് പറയേണ്ടി വരും. എന്തായാലും നോക്കാം അല്ലേ, വിട്ടുകൊടുക്കണ്ട. എനിക്ക് സമൂസ എന്തായാലും ഇത്രയും മുരിഞ്ഞാൽ മതിയേ. ഞാൻ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒക്കെയല്ല കുഞ്ഞെ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് മൊരിഞ്ഞോട്ടെ, അത് ആ ബ്രൗൺ നിറമായിക്കോട്ടെ എന്ന്. എനിക്ക് ഇതിൽ കൂടുതൽ മൊരിയുന്ന കാണുമ്പോൾ വലിയ പ്രയാസമാണ്. ഞാൻ എടുത്തോട്ടെ. ഇനിയിപ്പോൾ ഞാനിതെല്ലാം വറുത്ത് കോരിയേ. ഇനിയിപ്പോൾ ഇത് തണുക്കുകയല്ല,
പെട്ടെന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് ആ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുമേ. പക്ഷേ ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് പോവും. ഇനി എന്നാന്ന് ഒരു നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അഥവാ സപ്പോസ് നമ്മുടെ ഗസ്റ്റ് വരാനോ അല്ലെങ്കിൽ വീട്ടിൽ ഇച്ചിരി നേരം താമസിച്ചാൽ കഴിക്കുന്നതെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആക്കാൻ ഒന്നെങ്കിൽ ഓവണിൽ വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്നറിയോ, നമ്മൾ ഈ തണുത്ത് പോയാൽ ഈ എണ്ണേനെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി, നല്ല തിളച്ച എണ്ണയായിരിക്കണേ, അതിനോട്ട് ഇത് ഒന്നുകൂടെ ഇട്ട് ഒന്ന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ഡബിൾ ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓവനിൽ വെച്ചിട്ടേ അടുത്ത നമ്മുടെ ഫ്ലോട്ട് തുടങ്ങാം. ഫ്ലോട്ടിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് ക്രീം ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏതായാലും മതി, പിള്ളേർക്ക് ഇപ്പോൾ ഫേവറേറ്റ് അറിയാമല്ലോ ഏതാണെന്നുള്ളത്. പിന്നെ വേണ്ടിയത് കുറച്ച് പഴം എന്നാന്ന് വെച്ചാൽ രസത്തിൽ ഞാലിപ്പൂവും പഴമായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് സ്ട്രോബെറി ചങ്ക്സ്, പിന്നെ വേണ്ടിയത് കുറച്ച് വാനില എസൻസ്, പിന്നെ വേണ്ടിയത് കുറച്ച് കൊക്കോ പൗഡർ, പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ചോക്ലേറ്റ് സിറപ്പാണ്. ഇത് പോരാഞ്ഞിട്ട് നമുക്ക് എന്നാ പറയുന്നത്, ഇതാക്കാൻ വേണ്ടിയിട്ട്, ഫ്ലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്, ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം വേണം, ചോക്ലേറ്റ് അല്ല വാനില ഐസ്ക്രീം കൂടെ വേണം. അതിപ്പോൾ ഞാനിത് എടുത്തിട്ടില്ല, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഫ്ലോട്ട് തുടങ്ങാം അല്ലേ. ഞാനതൊരു ബിസ്ക്കറ്റ്, ഇപ്പം നമുക്കൊരു വലിയ ഗ്ലാസ് എടുക്കുക, നമ്മളൊരു ഫ്ലോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു 7 ബിസ്ക്കറ്റാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെ 3 പിള്ളേരല്ലേ വരുന്നത്, അന്നേരം നമ്മൾ ഈ പറഞ്ഞ കൂട്ട് സമൂസായും കൊടുത്തേച്ച് ഫ്ലോട്ടും കൂടെ കുടിക്കാൻ പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കൂട്ട് പിള്ളേർക്ക് അങ്ങ് വയറ് നിറയുവേ, അന്നേരം പിന്നെ ഒന്നും തിന്നുകയില്ല. അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ എടുക്കുകയുള്ളൂ. അപ്പം പിന്നെ എത്രയാ, നമുക്കൊരു വലിയ ഗ്ലാസ്സിന് 7 ബിസ്ക്കറ്റ്സ് ആണെങ്കിൽ ഞാനിപ്പോൾ ടോട്ടൽ 14 ബിസ്ക്കറ്റ്സേ എടുത്തുള്ളൂ. കാര്യം വെച്ചാൽ ഇത് 3 കൂടെ നമുക്ക് ഫില്ല് ചെയ്യാൻ അത്രയും മതിയാവും. പിന്നെ ഒരു ഫുൾ ഗ്ലാസ്സിന് 2 ഞാലിപ്പൂവും പഴവ. ഇതിപ്പം എന്നാന്നോ ഞാൻ ഇങ്ങനെ മുറിച്ച് വെച്ചാൽ മതി. അത് ഇപ്പം 2ആകുമ്പോൾ ഇതിന് 4 പഴം. പിന്നെ വേണ്ടിയത് കുറച്ച് സ്ട്രോബെറി ചങ്ക്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇട്ടാൽ കുറച്ചൊരു സ്ട്രോബെറിയുടെ ഫ്ലേവറും വരും, ഒരു പ്രത്യേക ഫ്ലേവറിലേക്ക് മാറും ഇത്. ഒരു വലിയ ഗ്ലാസ്സിന് ഒരു 6 പീസസ് ആണ്. അന്നേരം പിന്നെ ഞാൻ ഇതിനകത്തൊരു 10-12 ഇട്ടിട്ടുണ്ടേ. പിന്നെ കുറച്ച് കൊക്കോ പൗഡർ ഒരു 2 സ്പൂൺ, കുറച്ച് വാനില ഒരു വലിയ ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കുറച്ച് പാലൊഴിക്കാൻ പോവാ. ഫ്രോസൺ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആട്ടോ, പക്ഷേ പിള്ളേർ വേണ്ട കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം, ഇത് ജസ്റ്റ് ഒരു വാനില ഐസ്ക്രീമിൻ്റെ ഫ്ലേവറിങ് വരാൻ മാത്രം ഇട്ടേച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഇതിൻ്റെ പ്രസൻറ്റേഷൻ, ആദ്യം കുറച്ച് ചോക്ലേറ്റ്, ഇനി കുറച്ച് ഐസ്ക്രീം, ഇനി കുറച്ച് ഇതിൻ്റെ മേളിൽ കുറച്ചുകൂടെ നമ്മുടെ എന്നാ പറയുന്നത് ഫ്ലോട്ട് കുറച്ചുകൂടെ ഒഴിക്കാം. നമ്മുടെ ഐസ്ക്രീം ഇടയിൽ കൂടെ കാണണം കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും, എന്നാ ചെയ്യാൻ നോക്കും.
ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ്സ് പൊടിച്ചിടുക. ഒത്തിരി വേണ്ട, 2-3 കുഞ്ഞു കുഞ്ഞു സാധനം. പിന്നെ ഇതിൻ്റെ മേളിൽ കുറച്ച് ചങ്ക്സ് ഇച്ചിരി ഒന്ന് മുറിച്ചിട്ടേച്ചാൽ മതി. അപ്പോൾ ആ ഒരു റെഡിഷ് കളർ അതിനകത്ത് വരുവേ. ഇനിയാന്നു നമ്മുടെ സിറപ്പ്. ഒത്തിരി ഒന്നും ഒഴിക്കണ്ട, ഒരു കുറച്ച് ഒഴിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഫേസ് ഒക്കെ ഒഴിക്കാൻ പറ്റുവാണെങ്കിൽ, ഫേസ് എന്താ പറയുക, ഒരു ചില ഫേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്ക് പറ്റൂല. ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേർ നേരത്തെ വരുമായിരുന്നെങ്കിലേ നമ്മുടെ ചിത്രകാരനോടൊന്ന് പറയായിരുന്നു, മോനെ ഇതിനകത്ത് എന്നതേലും ഒരു കലാബോധം സൃഷ്ടിക്കാൻ. ആൻറ്റിക്ക് അത്രയൊന്നും അറിയാൻ മേലല്ലോ, പിള്ളേരല്ലേ ചിലപ്പോൾ ചെയ്തു തന്നേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അലക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് വെച്ചില്ലേ പിള്ളേർ എന്നെ തല്ലും. അപ്പം ഇതാണ് നമ്മുടെ ഫ്ലോട്ട്. എൻ്റെ കലാബോധം ഇങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മുടെ നിങ്ങൾക്കൊക്കെ ഒത്തിരി കലാബോധം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, നല്ല രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ ഇനി ഞാൻ ഇത് വച്ചില്ല, ഫ്രിഡ്ജിൽ കൊണ്ട് വച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഐസ്ക്രീം മാറിയിട്ട് ഞാൻ പറഞ്ഞ പേര് വേറെ വല്ലതുമായി മാറി.